CSS വ്ലോഗ്സ് എന്ന ഞങ്ങളുടെ ചാനലിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. ഇന്ന് പരിചയപ്പെടുത്തുന്നത് കൊളംബിയൻ ഷുഗർ ബേബി എന്ന് പറയുന്ന ഒരു മാങ്ങയാണ്. ഇതാണ് കൊളംബിയൻ ഷുഗർ ബേബി. ഇത് നല്ല മൂത്ത് പഴുത്ത മാങ്ങയാണ്. ഡാർക്ക് ഓറഞ്ചാണ്. അതിൻ്റെ ഈ സൈഡിൽ റെഡിഷ് കളറാണ് വരുന്നത്. വളരെ സ്വീറ്റാണ്. കഴിഞ്ഞ വർഷവും ഞാനിത് കഴിച്ചിരുന്നു. ഇത് മാങ്ങ എൻ്റെ മകൻ കൊണ്ടുവന്നതാണ്, ദുബായ് മാർക്കറ്റിൽ നിന്ന് കൊണ്ടുവന്നതാണ്. പക്ഷേ എനിക്ക് ഇത് കഴിക്കുന്നതിനേക്കാളും സന്തോഷം തോന്നിയത് ഇത് പൊളിയാണ്. അതായത് നമുക്ക് മാതൃഗുണത്തിൻ്റെ സെയിം, ഇതിൻ്റെ വിത്ത് മുളപ്പിച്ചാലും മാതൃഗുണത്തിൻ്റെ സെയിം അതേ ഗുണം നമുക്ക് കിട്ടുമെന്നുള്ളതാണ്. എൻ്റെ ഒരു സുഹൃത്ത്, എൻ്റെ ജ്യേഷ്ഠതുല്യനുമായിട്ടുള്ള സുഗുണൻ സാറ് ഖത്തറിൽ നിന്ന് വന്നപ്പോൾ അദ്ദേഹം മുളപ്പിച്ച് എനിക്ക് കൊണ്ടുവന്ന തൈയാണ്. അത് കിട്ടിയത് ജൂൺ 5-നാണ്. നമ്മുടെ എൻവയോൺമെൻറ്റ് ഡേയിൽ തന്നെ ഇത് കിട്ടി എന്നുള്ളതാണ് ഏറ്റവും വലിയ സന്തോഷം എന്ന് പറയുന്നത്. നമ്മുടെ കാലാവസ്ഥയിൽ, കേരളത്തിലെ കാലാവസ്ഥയിൽ വളരെയധികം കായ്ക്കുമെന്ന് വിശ്വസിക്കപ്പെടുന്ന ഒരു മാവാണ് ഇത്. നമുക്ക് കൊളംബിയൻ ഷുഗർ ബേബിയെ ഒന്ന് കട്ട് ചെയ്ത് നോക്കാം. ഇതിൻ്റെ പേര് പോലെ തന്നെ കൊളംബിയയാണ് സ്വദേശം. കൊളംബിയൻ ഷുഗർ ബേബിയുടെ സ്വദേശം കൊളംബിയയാണ്. നമുക്ക് അത് നോക്കാം. ഇതിൻ്റെ മണം നല്ലൊരു മണമാണ്. നമ്മുടെ നാട്ടുമാങ്ങയുടെ ഒരു മണം പോലെ നമുക്ക് പെട്ടെന്ന് ഫീൽ ചെയ്യും. വളരെ സൈസ് ചെറുതാണ്. നമ്മുടെ പുളിശ്ശേരി മാങ്ങ പോലെയൊക്കെയുള്ള സൈസ് ചെറിയ മാങ്ങയാണ്. ഷുഗർ ബേബിയാണ് ഇവൻ. നമുക്ക് ഇതാണ് അതിൻ്റെ റെഡിഷ് കളറാണ്, ഓറഞ്ച് കളറാണ് അതിൻ്റെ. നമുക്കൊന്ന് നോക്കാം. ഒന്നാം തരമാണ്. ഇത് കഴിക്കുമ്പോൾ നമ്മുടെ ഒരു നൊസ്റ്റാൾജിക് ഫീലാണ്. നമ്മുടെ നാട്ടുമാങ്ങയുടെ നാരില്ലാത്ത വെറൈറ്റി. ഒട്ടും തന്നെ നാരില്ല, ഫൈബറില്ല. വളരെ സ്വീറ്റാണ്, നല്ല ഫ്ലേവറാണ്. ധൈര്യമായിട്ട് നമുക്ക് നട്ട് വളർത്താവുന്ന ഒരു തൈ കിട്ടാനാണ് പ്രയാസം. 10-20 സീഡ് നട്ടതിലാണ് സാറിന് ഈ ഒരു തൈ ലഭിച്ചത്. എനിക്കത് സാറ് ഗിഫ്റ്റായിട്ട് തരികയും ചെയ്തു. അതിൽ പരം സന്തോഷം വേറെ. നന്ദി, നമസ്കാരം. അടുത്ത വീഡിയോയിൽ വീണ്ടും കണ്ടുപിടിക്കും.